അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ദിവസം ഒരു അറിവ് ഹദീസിലൂടെ നമുക്ക് കരസ്ഥമാക്കാം. ഹദീസ് മുഖേന അറിവുകൾ കരസ്ഥമാക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കുകളാണ്. ഇന്ന് അബുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസാണ് ചർച്ച ചെയ്യുന്നത്. അബുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. 1660 ഹദീസുകൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനെ 2 പ്രാവശ്യം നേരെ കണ്ടിട്ടുള്ള മഹാനാണ് അവർ. അവരുടെ ഖബർ ത്വായിഫിലാണ് എന്നാണ് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി കാണുന്നത്. അബുൽ അബ്ബാസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ് അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഫീമാ യർവി അൻ റബ്ബിഹി തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അവ ഖുദ്സിയ ഹദീസ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റബ്ബിൽ നിന്ന് പറയുകയാണ്. അല്ലാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആതി. അല്ലാഹു സുബ്ഹാനഹു വ തആല കതബൽ ഹസനാതി, ഹസനത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി. അല്ലാഹു എഴുതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു പേനക്കെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹസനത്തുകൾ ഇങ്ങനെ എഴുതി വെച്ചു എന്നല്ല. പിന്നെ കതബത്ത് എന്ന മലക്കുകളോട്, ഹഫളത്ത് എന്ന മലക്കുകളോട് അതിനെ എഴുതാൻ വേണ്ടി മലായികത്തിനോട് കൽപ്പിച്ചു എന്നാണ്. അപ്പൊ എഴുതി. സുമ്മ ബയ്യന ദാലിക, പിന്നീട് അതിനെ വിവരിച്ചു കൊടുത്തു. ആർക്ക്? ആ മലക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നതൊക്കെയാണ് ഹസനാത്ത്, ഇന്നതൊക്കെയാണ് സയ്യിആത്ത് എന്ന് വിവരിച്ചു കൊടുത്തു. ഈ നന്മയും തിന്മയും എഴുതുന്ന മലക്കുകൾക്ക് അല്ലാഹു വിവരിച്ചു കൊടുത്തു, ഇതൊക്കെ ഹസനാത്തുകളാണ്, ഇതൊക്കെ സയ്യിആത്തുകളാണ്. അതുകൊണ്ട് എന്റെ അടിമകൾപ്പെട്ട ഒരാൾ ഇതിൽ നിന്ന് എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ ഹസനത്തിന്റെ കൂട്ടത്തിൽ എഴുതണം, ഇതിൽ നിന്ന് എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ സയ്യിആത്തിന്റെ കൂട്ടത്തിലാണ് എഴുതേണ്ടത്. സുമ്മ ബയ്യന ദാലിക, പിന്നെ അല്ലാഹു അതിനെ ആ മലക്കുകൾക്ക് വിവരിച്ചു കൊടുത്തു. അതാണ് അതിന്റെ അർത്ഥം. ഫമൻ അമ്മ ബിഹസനത്തിൻ, അതുകൊണ്ട് ആരെങ്കിലും ഒരു നന്മ ചെയ്ത, ഒരു നന്മ ചെയ്യാൻ വേണ്ടി ഉറപ്പിച്ചാൽ, മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ ഒരു നന്മ ചെയ്യണമെന്ന്, ഫലം പിന്നീട് ആ നന്മ അയാൾ ചെയ്തില്ല, സാധിച്ചില്ലെങ്കിൽ, കതബഹല്ലാഹു തബാറക വ തആല ഇൻദഹു ഹസനതൻ കാമില, ഒരു പൂർണ്ണമായ നന്മയായിട്ട് നന്മയുടെ കൂട്ടത്തിൽ അതിനെ അല്ലാഹു തആല എഴുതും. എഴുതും പറഞ്ഞാല് നേരത്തെ പറഞ്ഞതുപോലെ കതബത്ത് എന്ന മലക്കുകൾ നന്മന്റെ കൂട്ടത്തിൽ എഴുതും. ഇനി ഒരാൾ നന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, എന്നിട്ട് നന്മ ചെയ്യുകയും ചെയ്താൽ, കതബഹല്ലാഹു ഇൻദഹു അശ്റ ഹസനാത്തിൻ ഇലാ 700 ളിഫിൻ ഇലാ വഅഫിൻ കസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല 10 മുതൽ 700 ഇരട്ടി വരെ, അതിലും അധികം ഇരട്ടി വരെ നന്മയായിട്ട് അതിനെ എഴുതും എന്നാണ്. അപ്പോ ചെയ്യുന്ന നന്മയുടെ സ്ഥാനമനുസരിച്ച് അതിന്റെ പ്രതിഫലം വർദ്ധിക്കും. എല്ലാത്തിനും ഒരേ പ്രതിഫലം അല്ലല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ഒരു സയ്യിഅത്ത് ചെയ്യാൻ വേണ്ടി ഒരാൾ ഉദ്ദേശിച്ചാൽ,
ഫലം യഅമൽഹാ എന്നിട്ട് അതിനെ ചെയ്യാതിരുന്നാൽ കതബല്ലാഹു തആല ഇൻദഹു ഹസനത്തൻ കാമില അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പൂർണ്ണമായ ഹസനത്തായിട്ട് അതിനെ എഴുതും. ഈ മനുഷ്യന്റെ ഹസനത്തിന്റെ കൂട്ടത്തിലായിരിക്കും മലക്കുകൾ അതിനെ എഴുതി വെക്കുക. തിന്മയുടെ കൂട്ടത്തിലല്ല, ഹസനത്തിന്റെ കൂട്ടത്തിൽ എഴുതും. ഒരു തിന്മ ചെയ്യാൻ ഒരാൾ ഉദ്ദേശിക്കുകയും തിന്മയെ അവൻ ചെയ്യുകയും ചെയ്താൽ അതൊരു തിന്മയായി അല്ലാഹു തആല എഴുതും. അപ്പോ നന്മ ഉദ്ദേശിച്ചാൽ തന്നെ നന്മ എഴുതും. നന്മ ചെയ്താൽ അതിന്റെ 10 ഇരട്ടിയായി എഴുതും. തിന്മ ഉദ്ദേശിച്ചിട്ട് ചെയ്യാതിരുന്നാൽ അത് നന്മയായിട്ട് എഴുതും. തിന്മ ഉദ്ദേശിച്ച് ചെയ്താൽ അത് ഒറ്റ സയ്യിഅത്ത് മാത്രമായിട്ട് എഴുതും. അല്ലാഹുവിന്റെ ഒരു റഹ്മത്താണ്, കാരുണ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ ചാനലിൽ ഇതേപോലെ ഓരോ ഹദീസിൽ നിന്ന് ദിവസവും ഓരോ അറിവ് നേടാൻ സാധിക്കും. അറിവ് ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിൽ പങ്കാളികളാവുകയും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഇതുപോലെ ഇത് കേട്ട് പ്രോത്സാഹനം എന്ന നിലക്ക് ലൈക്കുകൾ നൽകുകയും ചെയ്യണം എന്ന് ഉണർത്തുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ അറിയാനുള്ള വിഷയങ്ങളെ പറ്റി ഹദീസ് വേണമെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള കമന്റുകൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.